ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മെൽബണിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഓസ്ട്രേലിയ ഫേമസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഫൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ കോമൺ ആയിട്ട് പറയുന്ന ഒരു നെയിം ഫൂട്ടി എന്നാണ്. ഇപ്പോൾ AFL എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ എന്ന് പറയുന്നത് ബ്രിസ്ബെയിൻ അഗെയിൻസ്റ്റ് സിഡ്നിയാണ്. അപ്പോൾ അത് ഇവിടെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് അതേപോലെ കാണിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഫൈനലിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ കുറേ ഫുഡ് ഫെസ്റ്റിവൽസ്, മ്യൂസിക് ഫെസ്റ്റിവൽസ്, അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലോട്ട് നോക്കിയാൽ കാണാം കുറേ സ്റ്റോളുകളുണ്ട്. ഡിഫറെൻറ്റ് രാജ്യങ്ങളുടെ ഫുഡുകൾ ഡിഫറെൻറ്റ് സ്റ്റോളുകളിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും ഓടി നടന്ന് ഏത് സ്റ്റോളിൽ വേണമെങ്കിൽ പോയിട്ട് കഴിക്കാം, വാങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതൊക്കെയാണ് ഭയങ്കര ആഘോഷമായിട്ട് അവർ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ ഇവിടെ ലോങ് വീക്കെൻഡാണ്. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആൻഡ് ഫിനാലെ കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി. അപ്പം ലോങ് വീക്കെൻഡ് ആയിരുന്നു. മെൽബൺ സിറ്റിയിലൊക്കെ ഇന്നലെ തന്നെ ഇതിൻ്റെ ഫിനാലേൻ്റെ ഒരു തുടക്കം കുറിച്ചു. ഇന്നലെ തന്നെ റോഡ് ഷോസ്, പരേഡ്സ്, ഫിനാലേനോടുള്ള അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇന്നാണ് ആ ഫൈനൽ മാച്ച് നടക്കുന്ന ദിവസം. ഗെയിം നടക്കുന്നത് MCGയിലാണ്, മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അവിടെ പോയി കാണാനൊന്നും നമുക്ക് ടിക്കറ്റൊന്നും കിട്ടില്ല. അത് ഭയങ്കര ഫാൻ ബേസ് ഉള്ളൊരു ഗെയിമാണ്. അപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ സ്ക്രീനുകളായിട്ട് വന്ന് കാണാൻ പറ്റും. മാച്ച് നടക്കുന്നത് സിഡ്നി അഗെയിൻസ്റ്റ് ബ്രിസ്ബെയിൻ ആണ്. കഴിഞ്ഞ വർഷം വിന്നർ എന്ന് പറയുന്നത് കോളിംഗ്വുഡ് ആണ്. അവർ കോളിംഗ്വുഡ് അഗെയിൻസ്റ്റ് ബ്രിസ്ബെയിൻ ആയിരുന്നു. കോളിംഗ്വുഡ് ആണ് ജയിച്ചത്. അപ്പം കഴിഞ്ഞ വർഷം ബ്രിസ്ബെയിനെ ജയിക്കാൻ പറ്റിയില്ല. ഇനി ഈ വർഷമെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓസ്ട്രേലിയൻസും എല്ലാ വിവിധ രാജ്യക്കാരും ഇവിടെ വന്ന് ഓൾറെഡി ഫ്രണ്ട് റോയിൽ തന്നെ വന്ന് കുറേ പേര് വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ക്രീനിലാണ് അവർ കാണിക്കാൻ പോകുന്നത്. ഫൈനൽ കാണിക്കാൻ പോകുന്ന സ്ക്രീൻ ഇതാണ്. അപ്പം 2:30ക്കാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 1:30 ആയിട്ടുള്ളൂ. ഇനി 1 മണിക്കൂറും കൊണ്ടുണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നോക്കുക, ആൾക്കാരൊക്കെ ഓൾറെഡി വന്ന് സീറ്റ് പിടിച്ച് കഴിഞ്ഞു. എല്ലാവരും ഒരു പിക്നിക്ക് പോലെ ഒരു ഫാമിലി ആയിട്ട് വന്നേക്കുവാണ്. അതായത് പാരൻസും കുട്ടികളും ഒക്കെ ആയിട്ട് ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരുണ്ട്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോളുകളിൽ നിന്ന് വാങ്ങിയിട്ടും കഴിക്കാം. എല്ലാവരും ഫേസൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൈഡ്സും സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഫാമിലി അടക്കമാണ് ഇവരിത് കാണാൻ വരുന്നത്. അവർ ഇന്നത്തെ ദിവസം ആരും വീട്ടിലിരിക്കില്ല. ഇന്നെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു സ്ക്രീനിൻ്റെ മുന്നിലുണ്ടാവും ഓസ്ട്രേലിയയിലെമ്പാടും. അപ്പം അങ്ങനെ റൈഡ്സ്, പിള്ളേരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇവിടെ ഹെന്നാട്ടൊക്കെ ഉണ്ട്. വേണമെങ്കിൽ മൈലാഞ്ചി ഇടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഫേസൊക്കെ പെയിൻറ് ചെയ്യാം. ഫാൻറ്റസി ഫേസസ്. രണ്ട് പിള്ളേർ ഫേസൊക്കെ പെയിൻറ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലൂ ഫേസ് പെയിൻറ്റിങ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷർട്ട്സ്, പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഷർട്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവർ ഡൈ ചെയ്ത് തരും. നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ ഇഷ്ടം പോലെ കളേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കളർ വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് നമ്മൾ ആ പ്ലെയിൻ ഷർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇഷ്ടമുള്ള വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവർ ഡൈ ചെയ്ത് തരും. ഇവിടെ ചെയ്തതിന് ശേഷം അവരിത് ഇവിടെ ഡ്രൈ ചെയ്യും. The Egyptians used coloured silver in water to keep water and wine drinkable. Babies, the rich ones, were given silver rattles and silver dummies because it kept the germs and the plague away. Microbes. It's where the saying "born with a silver spoon" came from. It's been to the dentist. No, open it or spray it. No smell. These are all just samples. Yeah. A dog can pick it up and won't drink it. It only takes about 2 force them to minutes drink it. to absorb into your skin if you're using it for your skin, and then you don't even feel that it's there. So it's not invasive in any Like any burn that you got, that you get, sunburn or like that, cooked top burn. Sunburn, it'll take the heat away straight away. ഇപ്പം നമ്മളിപ്പോൾ പാസ് ചെയ്തൊരു കടയിൽ അവരൊരു
നാച്ചുറൽ റെമഡിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് അസുഖത്തിനും പറ്റിയ റെമഡിയാണ്. അതായത് ലിക്വിഡ് സിൽവർ, ഒരു കുപ്പിയിൽ ലിക്വിഡ് സിൽവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് അസുഖവും മാറുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓരോ വൈദ്യന്മാർ ഓരോ മരുന്നായിട്ട് വരില്ലേ, പക്ഷേ ആ ഒരു ടൈപ്പാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്നത്. കോൾഡായി വന്നവരും വേറെ എന്തൊക്കെയോ അസുഖമൊക്കെ വന്നവരൊക്കെ ഇത് കുടിച്ചപ്പോൾ അവർ ശരിയാന്നൊക്കെയാണ് പറയുന്നത്. ഈ ഭാഗത്തായിട്ട് 2-3 ഇന്ത്യൻ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. ബട്ടർ ചിക്കൻ്റെ ഇതുണ്ട്, പിന്നെ ജീര മസാല സോഡ, പിന്നെ സോഡകൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പോപ്കോൺ. ഇത് 3 ഇന്ത്യൻ കടകളാണ്. ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ട്രക്ക് ഉണ്ട്. ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചു. ഏത് ഫ്ലേവറാണ് വാങ്ങുന്നത്? ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഒരു ഡബിൾ ചോക്കോ ഫ്ലേക്ക് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം കാണുന്നുണ്ട്. കഴിച്ചോ? എങ്ങനെയുണ്ട്? നല്ല ഒരുപാട് നട്ട്സ് ഉണ്ട്. The Australian national anthem to be performed by Cody Simpson. Australians, oh let us rejoice, for we are one and free. We've golden soil and wealth for toil. Our home is girt by sea. Our land abounds in nature's specialist. Well on to Neil. It all comes down to this. The 2024 AFL Grand Final. Swans, Lions, and we are underway. Parked under at Grundy. Fought with him. Little soccer ball forward. Early touch for Neil. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. നമുക്ക് ഒന്നുകൂടെ സ്റ്റോളിലേക്കൊക്കെ പോയി ഒന്ന് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ മൗയി സ്നാക്ക് ബാർ ഉണ്ട്. ഇത് പോളിനേഷ്യൻ കൺട്രീസിൻ്റെ ഒക്കെ ഒരു സ്വീറ്റ്സ്, ഐലൻഡ് കൺട്രീസിൻ്റെ ഒക്കെ സ്വീറ്റ്സ് ഉള്ള കടയാണിത്. ഇപ്പോൾ ഇവിടെ കബാബ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ കബാബ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അപ്പുറത്തേക്ക് ഇതാ ഗ്രീക്ക് ഡോണറ്റ്സ് ഉണ്ട്, അമേരിക്കൻ ബഫ്ലോ വിങ്സ് കിട്ടുന്ന സ്റ്റോൾ. It's 4-on-1 for the Lions. They can't mess this up, surely. McKenna trying to back out of the pack. Campbell with a tackle. Warren goes in search of Grundy. Work to do here against Berry. In comes Dunkley. Now the emotion starts to pour out. Stays in. And the Lions have caught lightning in a bottle. അങ്ങനെ കഴിഞ്ഞ വർഷം ബ്രിസ്ബെയിന് ജയിക്കാൻ പറ്റിയില്ല, പക്ഷേ ഈ വർഷം അവർ പൂർവാധിക ശക്തിയോടെ അങ്ങനെ ബ്രിസ്ബെയിൻ ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബ്രിസ്ബെയിൻ്റെ സന്തോഷ നിമിഷമാണെന്ന്. അങ്ങനെ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ വലിയൊരു ആഘോഷമായ ഒരു ഫെസ്റ്റിവൽ പോലെ ഇവർ ആഘോഷിക്കുന്ന ഒരു AFLൻ്റെ ഗ്രാൻഡ് ഫൈനലിൽ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ഇവിടെ വന്ന് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഫുഡ് സ്റ്റോളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനും ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അപ്പം ഞങ്ങളുടെ ഇന്നൊരു നല്ലൊരു ഡേ ആയിരുന്നു. അപ്പം നിങ്ങൾക്കും ഞങ്ങളുടെ ഈ ഡേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞങ്ങൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ.